നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നവരെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയരാക്കുവാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇമിഗ്രേഷൻ വകുപ്പിന് നിർദ്ദേശം നൽകി. അപേക്ഷയോടൊപ്പം അപേക്ഷകർ തങ്ങളുടെ സോഷ്യൽ മീഡിയ വിവരങ്ങളും ഇനി മുതൽ നൽകേണ്ടതായി വരും. കൂടാതെ കഴിഞ്ഞ 15 വർഷങ്ങൾക്കുള്ളിൽ നടത്തിയ വിദേശയാത്രകൾ, മേൽവിലാസങ്ങൾ, ജോലി സംബന്ധമായ വിവരങ്ങൾ, ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പാസ്പോർട്ടുകളുടെയും വിവരങ്ങൾ, സഹോദരർ, ഭാര്യ ഭർത്താക്കന്മാർ ഇവരുടെ വിവരങ്ങൾ തുടങ്ങിയവയും ഇമെയിലും സ്വകാര്യ ഫോൺ നമ്പറുകളും അപേക്ഷയോടൊപ്പം നൽകേണ്ടതായി വരും. EB-5 ഇൻവെസ്റ്റ്മെന്റ് വിസ പ്രോഗ്രാമിന്റെ കാലാവധി US കോൺഗ്രസ് 6 മാസത്തേക്ക് കൂടി നീട്ടുവാൻ ഉദ്ദേശിക്കുന്നു. 1990-ൽ ആരംഭിച്ച EB-5 പ്രോഗ്രാം വഴി 10,000-കണക്കിന് വിദേശികൾ ഇവിടെ മൂലധനം നിക്ഷേപിച്ച് ഗ്രീൻ കാർഡും തുടർന്ന് പൗരത്വവും സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മൂലധനം നിക്ഷേപണം നടത്തിയവർ ചൈനക്കാരായിരുന്നു. EB-5 വിസ വ്യാപകമായി ദുരുപയോഗം ചെയ്തതോടെ US കോൺഗ്രസ് വിസ അപേക്ഷകളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി. എന്നാൽ നിരവധി സെനറ്റർമാരും കോൺഗ്രസ് അംഗങ്ങളും ഈ വിസ പ്രോഗ്രാം നിർത്തലാക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കൻ ജനതയിൽ 50-ൽ ഒരാൾ ദിവസേന ഡയറ്റ് സോഡ കുടിക്കുന്നതായി CDCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ദീർഘകാലം ഡയറ്റ് സോഡ ഉപയോഗിച്ചവരിൽ നടത്തിയ പഠനത്തിൽ അമിതവണ്ണം, പ്രമേഹം, മസ്തിഷ്ക ആഘാതം, ഹൃദയരോഗങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ കൂടുതലായി കണ്ടുവരുന്നതായി കണ്ടെത്തി. ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ 10 വർഷം 3000-ൽ പരം പ്രായപൂർത്തിയായവരിൽ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെട്ടത്. 1998 മുതൽ അനധികൃതമായി അമേരിക്കയിൽ താമസിച്ചു വന്നിരുന്ന ഇന്ത്യൻ വംശജൻ ഗുരുമുഖ് സിംഗിനെ നാടുകടത്തുന്നതിനായി കസ്റ്റഡിയിൽ എടുത്തു. നാടുകടത്തുന്നത് തടയാനായി കോടതിയിൽ ഇയാൾ സമർപ്പിച്ച അപേക്ഷ കോടതി തള്ളിക്കളഞ്ഞു. മെക്സിക്കൻ അതിർത്തിയിലൂടെ അമേരിക്കയിലെത്തി അഭയാർത്ഥിയായി ഇവിടെ തുടരാൻ അപേക്ഷ നൽകിയെങ്കിലും അപേക്ഷ അന്ന് നിരസിക്കപ്പെട്ടിരുന്നു. പിന്നീട് ഇദ്ദേഹം അമേരിക്കൻ പൗരത്വമുള്ള യുവതിയെ വിവാഹം കഴിച്ചു. ഇവർക്ക് ഇപ്പോൾ 2 കുട്ടികളുമുണ്ട്. 2012-ൽ വിവാഹം കഴിച്ച ശേഷം 2012-ൽ ഗ്രീൻ കാർഡിന് അപേക്ഷ കൊടുത്തപ്പോഴാണ് ഗുരുമുഖിന്റെ പഴയ നാടുകടത്തൽ വിവരം ഇമിഗ്രേഷൻ വകുപ്പ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി നീണ്ട കോടതി അപ്പീലുകൾ നടത്തിയെങ്കിലും കഴിഞ്ഞയാഴ്ച 9th അപ്പീൽ കോർട്ട് നാടുകടത്തൽ ശരിവെച്ചു. ഓടുന്നതും ദ്രുതഗതിയിൽ നടക്കുന്നതും ഹൃദ്രോഗവും പ്രമേഹവും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പുതിയ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ 48,000 സ്ഥിരമായി ഓടുന്നവരിലും നടക്കുന്നവരിലും നടത്തിയ പഠനത്തിന് ശേഷമാണ് ചടുലമായി നടക്കുന്നതും ഓടുന്നതും വഴി രക്തസമ്മർദ്ദവും പ്രമേഹവും ഉയർന്ന കൊളസ്ട്രോളും ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് സ്ഥിരീകരിച്ചത്. 15 മിനിറ്റ് ചെറുതായി ഓടുന്നതും 30 മിനിറ്റ് ചടുലമായി നടക്കുന്നതും ഏകദേശം സമാനമായ ഊർജം കുറയ്ക്കുവാൻ സഹായിക്കും. എന്നാൽ പ്രായമായവർക്കും വാതരോഗികൾക്കും മറ്റ് ഹൃദയ സംബന്ധമായ രോഗമുള്ളവർക്കും നടപ്പ് തന്നെയാണ് ഓടുന്നതിനേക്കാൾ അഭികാമ്യം. ഷിക്കാഗോയിൽ വെടിയേറ്റ് മരിച്ച ഡോക്ടർ രമേഷ് കുമാറിന് ഇന്ത്യൻ സമൂഹം ആദരാഞ്ജലികൾ സമർപ്പിച്ചു. 32 വയസ്സുകാരനായ ഡോക്ടർ രമേഷിനെ തന്റെ കാറിൽ തന്നെ വെടിയേറ്റ് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഡോക്ടർ നരേന്ദ്രകുമാറിന്റെയും മിനി നായരുടെയും മകനാണ് ഡോക്ടർ രമേഷ് കുമാർ. ശവസംസ്കാര ചടങ്ങുകളിൽ ഇന്ത്യൻ സമൂഹത്തിലെ നിരവധി പേർ പങ്കെടുത്തു. നാഷണൽ ഇന്ത്യൻ നഴ്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷന്റെ ഉദ്ഘാടനം ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റർ ഡേവിഡ് കാർലൂച്ചി ഉദ്ഘാടനം ചെയ്തു. നായക് കോളേജ് ഡീൻ ഡോക്ടർ എലിസബത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ആനി പോൾ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ബ്രിജിറ്റ് പാറപ്പുറത്ത്, ഗ്രേസ് മാണി, ഡോക്ടർ അനു വർഗീസ്, പ്രസന്ന ബാബു, ലീന ആലപ്പാട്ട് തുടങ്ങിയവരാണ് സംഘടനയുടെ പ്രവർത്തന സമിതി അംഗങ്ങൾ. Today I'm introducing Dr. Elizabeth Simon. Let me invite Dr. Simon to the podium. Primary calling is in education, but when I was working at Hunter College, they wanted me to teach nurse practitioner program. That's why I'll just come to my personal story. The Josiah Macy Foundation recent publication, it says that there's an increasing number of nurse practitioners entering workforce from 2003 to 2015. It's mushrooming from 6,000 every year to 20,000 entering the workforce. Next, our program is the release of our souvenir. Bridget, the chief editor, is going to give the first copy to Marietta Appy to release the souvenir, and she will give the first copy to Dr. Simon.
Please do so. Thank you so much. Thank you. Abby is serving as a member of the NPA Conference Committee now, and she is doing lecturing all of us all over. I am so proud to invite Ms. Abby to the stage. I still want to get paid for seeing all my patients. I still want artificial barriers to practice down. I still want to counsel my dying patients about what their end-of-life issues are. I cannot do it. I can't get paid. And no matter what, it's a job, it's a profession, it's something we love. But what you need to do is work together in this organization and in my own organization, the Nurse Practitioners Association of New York State. I invite you all to come to the Hudson House in... I believe that because even here in the United States today, because access to physicians is cumbersome, it's not easy, it's time consuming. We have all felt the frustration of trying to get an appointment with physicians, how long it takes, and even when you get an appointment, how much time you have to spend in the waiting rooms in order to be seen by the physicians. And it's just because of the heavy workload which all physicians... The professional excellence, advancement in education and quality care to all the patients, not just the Indian community, it's the community as large. And they also have the mission that to facilitate all Indian American nurses of all specialties to ensure the best quality of care, primary and specialty care to all and advance their education. And I'm proud of nurses who has the DNPs and PhDs. ഡാലസ് നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ആഘോഷങ്ങൾ നടത്തുകയുണ്ടായി. NSS ഓഫ് നോർത്ത് അമേരിക്ക ചെയർമാൻ മന്മഥൻ നായർ, സെക്രട്ടറി ലക്ഷ്മി വിനു എന്നിവർ ഭദ്രദീപം കൊളുത്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സോമകുമാരൻ മേനോൻ, വിജയകുമാർ എന്നിവർ വിഷു കൈനീട്ടം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ NSS യുവജന വിഭാഗത്തിന്റെ ഉദ്ഘാടനവും നടത്തുകയുണ്ടായി. ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ വിഷുദിന ആശംസകൾ ആശംസിച്ചുകൊണ്ട് വിഷു നമ്മൾ പ്രകൃതിയുമായിട്ട് ചേർന്ന്, പ്രകൃതിയുമായിട്ട് ലയിച്ച്, പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഒരു സന്ദേശമാണ് നമുക്ക് തരുന്നതെന്ന്. വളരെ അർത്ഥവത്തായ ഒരു സന്ദേശമാണ്. പ്രകൃതി ഇന്ന് വേണ്ടാന്ന് വെക്കുകയും പ്രകൃതിയിലെ അനുഭവ സമ്പത്തുകൾ മുഴുവന് അല്ലെങ്കിൽ പ്രകൃതി സമ്പത്തുകൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിഷു പോലെയുള്ള പ്രകൃതിയുമായി ചേർന്ന് പ്രകൃതിയിലെ വിഭവങ്ങളെ മുഴുവൻ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഇത് പ്രകൃതിയുടെ സമ്പത്ത് ഭഗവാന്റെ സമ്പത്താണെന്ന് സ്വയം മനസ്സിലാക്കി നാട്ടിൽ നിന്നും വന്ന് ഇന്ന് ഈ ദിവസം നമ്മളുടെ കൂടെ വിഷു ആഘോഷിക്കുന്ന മാതാപിതാക്കളെ, കുട്ടികളെ, നിങ്ങൾക്ക് NSS കമ്മിറ്റിയുടെയും എൻ്റെയും വിഷു ആശംസകൾ. ഈ വർഷത്തെ Thank you.
ടെക്സസ് മക്കാലൻ എഡിൻബർഗിലുള്ള ഡിവൈൻ മേഴ്സി സീറോ മലബാർ കത്തോലിക്ക ദേവാലയത്തിന്റെ വാർഷിക തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി. റവറൻ ഫാദർ റോയി കാലായിൽ, റവറൻ ഫാദർ ലിജോ പാത്തിക്കൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ആഘോഷ കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. നാഫ 2017 ടിക്കറ്റ് വിതരണ ഉദ്ഘാടനം നടത്തുകയുണ്ടായി. ഫ്രീഡിയ സിഇഒ ഡോക്ടർ ഫ്രീമു വർഗീസ് AKMG മുൻ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ നരേന്ദ്രകുമാറിന് ആദ്യ ടിക്കറ്റ് നൽകി. IPCNA പ്രസിഡന്റ് ശിവൻ മുഹമ്മ, മുൻ ഫൊക്കാന പ്രസിഡന്റ് GK പിള്ള, ഡയസ് ദാമോദരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുകയുണ്ടായി. പത്തിരട്ടി ശക്തിയോടുകൂടിയുള്ള ഒരു അവാർഡ് പ്രോഗ്രാമാണ് ഈ പ്രാവശ്യം അദ്ദേഹം ഫ്രീഡിയ എന്റർടൈൻമെന്റിലൂടെ അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഹ്യൂസ്റ്റൺ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ ഈ വർഷത്തെ ഉത്സവങ്ങൾക്ക് കൊടിയേറി. കൊടിയേറ്റ കാർമ്മികത്വത്തിന് തന്ത്രി ബ്രഹ്മശ്രീ ശ്രീ ദിവാകരൻ നമ്പൂതിരി നേതൃത്വം നൽകി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷത്തിനോടനുബന്ധിച്ച് വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അവതരിപ്പിക്കുന്നതാണ്. ഹരിമുരളീഗാന മധുമാരി പൊഴിയുന്ന ഗുരുവായൂരപ്പ
ഗുരുവായൂരപ്പ നിന്നടയിൽ ഹരിമുരളി ഗാനമധുമാരി പൊഴിയുന്ന ഗുരുവായൂരപ്പ നിന്നടയിൽ ഒരു നാളും നിറയാത്ത സ്വരധാര തേടുന്നോരഗതിയമേകാന്ത ഗായകൻ ഞാൻ നിന്റെ അലിവിനായി കൈ നീട്ടും യാചകൻ ഞാൻ ഒരു നാളും നിറയാത്ത സ്വരധാര തേടുന്നോരഗതിയമേകാന്ത ഗായകൻ ഞാൻ നിന്റെ അലിവിനായി കൈ നീട്ടും യാചകൻ ഞാൻ ഹരിമുരളി ഗാനമധുമാരി പൊഴിയുന്ന ഗുരുവായൂരപ്പ നിന്നടയിൽ അറിയാതെ ഭക്തി തൻ സുകൃതിയിൽ നീന്തുമെൻ കരളിൽ നീയാലില കണ്ണനായി അറിയാതെ ഭക്തി തൻ സുകൃതിയിൽ നീന്തുമെൻ കരളിൽ നീയാലില കണ്ണനായി ഒരു കീർത്തനത്തിൻ്റെ പല്ലവി പാടുമെൻ ചൊടിയിൽ നീയാഭേരി രാഗമായി ഗാനശ്രുതി മീട്ടും തമ്പുരുവായി ഭജരേ രേ മാനസ ശ്രീവാസുദേവം ഹരിം ഭജരേ രേ മാനസ ഹരിമുരളി ഗാനമധുമാരി പൊഴിയുന്ന ഗുരുവായൂരപ്പ ഹരിമുരളി ഗാനമധുമാരി പൊഴിയുന്ന ഗുരുവായൂരപ്പ ഒരു നാളും നിറയാത്ത സ്വരധാര തേടുന്നോരഗതിയമേകാന്ത ഗായകൻ ഞാൻ നിന്റെ അലിവിനായി കൈ നീട്ടും യാചകൻ ഞാൻ. ലിറ്റററി സൊസൈറ്റി ഓഫ് നോർത്ത് അമേരിക്കയുടെ 10ാം വാർഷികം ഒക്ടോബർ 6, 7, 8 തീയതികളിൽ ന്യൂയോർക്കിൽ വെച്ച് നടത്തപ്പെടുന്നു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തിലേക്ക് എല്ലാ സാഹിത്യ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നതായി പ്രസിഡന്റ് ജോസ് ഓച്ചാലിൽ, സെക്രട്ടറി ജെ മാത്യൂസ്, ട്രഷറർ ജോസൻ ജോർജ് എന്നിവർ അറിയിച്ചു. I got an email the other day from an old friend in New York. She said that she has been watching my television programs for the past several years. And she told me that her grandchildren, who cannot follow Malayalam, are often sitting beside her while she watches the programs. She asked me if I could do a program in English, which her grandchildren also can understand. I thought about it, and I am dedicating this episode to grandparents, especially the Malayali Appachans and Ammachis or Appupans and Ammumas living especially in Europe and America. In America, one is considered a senior citizen when he or she reaches the age of 65 and becomes eligible for Social Security benefits and Medicare. I had a large number of patients over the years who were senior citizens, and today I myself and many of my close friends are senior citizens. During these years, I have come across
two types of seniors. The first type, they are happy, contented people like my friend from New York. They treasure their past and enjoy their evening years with their children and grandchildren. But there is another type too. They are somewhat uncomfortable as they reach the age of 60 or 65 and feel that their diminishing role and importance in life. They feel as if they are at the end of their journey, waiting at the departure terminal of the airport of their life. Senior citizens and retirees need not feel like that if they understand the basic principles that make people happy as the age advances. The happy group of seniors do not always think of their age every time the solar calendar turns. There are three types of aging for all of us: chronological age, biological age, and the psychological age. The chronological age is calculated based upon our date of birth, and we can do nothing about it. Biological age is determined by our health status and physical condition. The third is psychological age. It is based on our attitude to life and how we feel about ourselves and others. Medical science tells us that to some extent, a positive attitude and an optimistic thinking can slow down our aging process. No doubt, health is the most important wealth at all stages of our life. So taking care of our health should be a priority always. Watch out what you eat, exercise regularly, watch out for diabetes, hypertension, early signs of heart disease, elevated cholesterol, and all other chronic illnesses that may come with aging. Have a trusted and knowledgeable personal physician. Have an annual physical checkup, including preventive checkups for diseases like prostate, colon, and breast cancers, etc. If your doctor prescribes any medicine, make sure you take the medicine as it is prescribed. Money is important in life, but once you have enough money for your basic needs, another $100,000 added on to your bank account is not going to increase your well-being or happiness that much. Relaxation and recreation are key to happiness as we age. Good sleep, music, and laughter can always help us, but more so as we age and we become seniors. The golden dictum that we do not stop laughing because we are old, but we feel old when we stop laughing. Faith in God, prayer, meditation, or faith in a noble cause in which you deeply believe in and working for that, all this can make aging more enjoyable and comfortable. Time is very precious in senior years, but do not repent over the past failures or worry too much about the future. Past is a cancelled check, and future is only a promissory note. The present moment is the only ready cash we have got. We have to live fully in the present moment because the present is the greatest present we have got from our Creator. Remember this old serenity prayer and repeat it when you feel sorry about yesterday or anxious about tomorrow. God, give me the serenity to accept the things I cannot change, and the courage to change the things I can, and the wisdom to know the difference. If we are to be happy and contented, we have to forgive others. We may not be spiritual enough to show the other cheek when slapped on one, as Jesus asked us to do, but forgetting and forgiving will definitely keep our blood pressure down.
Human body is made up of about 100 trillion cells, and each cell has a book inside it written in 4 DNA alphabets. This book is specific and unique for each individual born on this earth. No other individual will ever have a book exactly like ours. If one is to read this book at the speed of reading New York Times or London Times continuously and without interruption, it will take 26 years to complete reading this book. So, each of us is unique and very special creation of our Creator. Everything in life has its reason and purpose. Take life as it comes. Accept ourselves as we are and accept others for what they are. Everything is unique and special in their own ways. We cannot change others at our will, but we can change ourselves if we want to. Life is often compared to a journey with its starting point, stations, and changing routes. We boarded this train when we were born, and our parents brought us the ticket for this journey. We went through this journey on the train. However, at some stations, our parents got off the train, leaving us alone on this journey. As the time went by, other passengers boarded this train. Many of them were important to us, our brothers, our sisters, our spouses, our children, our grandchildren, and our friends. Some got off at unexpected moments and left permanent vacuums in our lives. This train ride has its joys, sorrows, hopes, disappointments, fantasies, expectations, goodbyes, and farewells. The good part of the journey is that when we help and love others and keep good relationships with our fellow passengers. But the mystery of this fabulous journey is that we do not know at which stations we are going to get off. So we must live in the best way we can, adjust, forget, forgive, and offer the best what we have. It is important to do this because when the time to leave our seats, we should leave behind beautiful memories for those who will continue to travel in this train of life. Thank you all for being fellow passengers on my train. Have a pleasant tour, pleasant journey. This is Dr. Roy P. Thomas from Chicago. USA Weekly News പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.